വൈകുന്നേരം ദക്ഷയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ റെഡിയാവുകയാണ് ലച്ചു. ഡെന്നി ആദ്യമേ റെഡിയായി മിഴിയെ ഒരുക്കുന്നുണ്ട്. അവനൊരു വൈറ്റ് കളർ ഷർട്ടാണ് ഇട്ടിരുന്നത്. മുകളിൽ തുറന്നിട്ട ബട്ടണിടയിലൂടെ അവന്റെ കുരിശുമാല തൂങ്ങി ആടുന്നുണ്ട്. മിഴിക്ക് വൈറ്റ് കളർ ഫ്രോക്കാണ് ഇട്ടുകൊടുക്കുന്നത്. ഡെന്നി തന്നെയാണ് കണ്ണെഴുതി കൊടുത്തു മുടി കെട്ടി കൊടുക്കുന്നതെല്ലാം. മിഴി എല്ലാത്തിനും അനുസരണയോടെ ഇരുന്നു കൊടുത്തു. മുടിയെല്ലാം ഊരി റെഡ് കളറുള്ള ഹെയർ ബാൻഡ് വെച്ചു. ഇപ്പൊ ഞാൻ സുന്ദരിയായോ പപ്പേ? മിഴി ഉടുപ്പിലും മുടിയിലുമെല്ലാം തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്റെ കുഞ്ഞൻ അല്ലെങ്കിലും സുന്ദരിയല്ലേ? ഇപ്പൊ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട്. ഏഞ്ചലിനെ പോലെ ഉണ്ട് കാണാൻ. ഡെന്നി അവിടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണാടിയിൽ കൂടി ഇതെല്ലാം കണ്ടുന്ന ലച്ചുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മിഴിയെ ഒരുക്കി താഴെ നിർത്തി തിരിഞ്ഞ ഡെന്നിയുടെ കണ്ണുകൾ വിടർന്നു. വൈറ്റ് കളറിൽ സിൽവർ സ്റ്റോൺ വരുന്ന ഒരു സാരിയാണ് ലച്ചുവിന്റെ വേഷം. ഫുൾ സിൽവർ വർക്ക് വരുന്ന ബ്ലൗസും മുടിയെല്ലാം കൂടി ക്രാബ് ഇട്ടിരിക്കുന്നു. നെറ്റിയിൽ വൈറ്റ് സ്റ്റോൺ പൊട്ടു മാത്രം. കാതിൽ അത്യാവശ്യം വലിയ കമ്മൽ. കഴുത്തിലെ മാല അവളുടെ നിറത്തോട് ചേർന്ന് കിടക്കുന്നു. ഡെന്നി നോക്കുന്ന കണ്ടതും അവളൊരു കള്ളച്ചിരിയോടെ തിരിഞ്ഞു നിന്നു. പുറകിൽ അവന്റെ സാന്നിധ്യം അറിഞ്ഞതും അവളുടെ കവിളുകളിൽ ചുവപ്പ് രാശി പടർന്നു. ഡെന്നി മെല്ലെ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. മുടിയിൽ നിന്നും ക്രാബ് ഊരിയെടുത്തു. മിനുസമുള്ള മുടിയിഴകൾ അവളുടെ പുറം ഭാഗത്തെ മറച്ചു. അവൻ തന്നെ അതിൽ നിന്നും കുറച്ച് മുടിയിഴകൾ മാത്രം എടുത്ത് ക്രാബ് ഇട്ടുകൊടുത്തു. മിഴി എഴുതിച്ച കൺമഷിയെടുത്ത് കയ്യിൽ പിടിച്ചു. മോതിര വിരലാൽ അതിലൊന്ന് തൊട്ട് അവളുടെ കണ്ണുകളിൽ ഭംഗിയിൽ എഴുതി കൊടുത്തു. ലച്ചുവിന്റെ മിഴികൾ എന്തിനെന്നറിയാൻ നിറഞ്ഞൊഴുകി. അയ്യേ ദേവേതു കരഞ്ഞ കൺമഷി പറക്കും പെണ്ണേ, അവൻ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനനുവദിക്കാതെ അവന്റെ അധരങ്ങൾ ആ നീർത്തുള്ളികൾ ഒപ്പിയെടുത്തിരുന്നു. ഒരു നിമിഷം വിറച്ചുകൊണ്ട് അവളുടെ വിരലുകൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. രണ്ട് കണ്ണുകളിലും മാറി മാറി ചുംബിച്ച് അവൻ അവളിൽ നിന്നും വിട്ടുനിന്നു. ലച്ചുവിന് അവനെ നോക്കാൻ തന്നെ ചമ്മലായി. പക്ഷേ ഡെന്നിക്ക് യാതൊരുവിധ ചമ്മലും ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകൾ അവളുടെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. പപ്പേ, മിഴി കൊഞ്ചലോടെ വിളിച്ചു. എന്താണ് കുഞ്ഞാ? ലച്ചുവിൽ നിന്നും പണിപ്പെട്ട് തന്റെ കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എനിച്ചും വേണം ഇബിതെ, അവൾ കണ്ണുകൾക്ക് മീതെ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി അത് കണ്ട് ഒരു ചിരിയോടെ അവളുടെ മിഴികളിൽ ചുംബിച്ചു. ഇനി പപ്പച്ച്, അതും പറഞ്ഞ് മിഴി അവന്റെ മുഖം പിടിച്ച് താഴ്ത്തി അവന്റെ കണ്ണുകളിൽ ഉമ്മ വെച്ചു. ലച്ചു, ഇനി ലച്ചു കൊടുക്ക് പപ്പച്ച്, മിഴി ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡെന്നി അത് കേട്ട് ഒരു ചിരിയോടെ അവളെ നോക്കി. ലച്ചു ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. കൊതുക്ക് ലച്ചു, നീ പപ്പ നിൽക്കുന്നത് കണ്ടില്ലേ? കൊതുക്ക് പപ്പ ലച്ചുവിന് തന്നില്ലേ? മിഴി നെറ്റി ഒളിച്ച് ഗൗരവത്തിൽ പറഞ്ഞു. ഓ വേണ്ട കുഞ്ഞ, ആരിലും നിന്റെ അമ്മക്ക് കിട്ടുന്ന വാങ്ങി വെച്ചാൽ ശീലം ഒന്നും തിരിച്ചേരില്ല. പപ്പക്ക് മുമ്പ് അനുഭവം ഉള്ളതാ. ലച്ചുവിനെ ഇടം കണ്ടിട്ട് നോക്കി വിഷമം അഭിനയിച്ച് ഡെന്നി പറഞ്ഞു. ലച്ചു കന്തോ പപ്പക്ക് വിഷമായി ബേങ്കൊത്തേ. ഡെന്നിയുടെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ ചുണ്ടുകിളക്കിക്കൊണ്ട് മിഴി പറഞ്ഞു. ഇനിയും കൊടുത്തില്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കുന്ന ലച്ചുവിനെ അറിയാം. അവൾ മെല്ലെ അടിവെച്ച് അവനരികിലേക്ക് നടന്നു. ഡെന്നി അവളുടെ മുഖത്തേക്ക് ഇമ വെട്ടാതെ നോക്കി. കുനിഞ്ഞതാ, അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്ത്? അവൻ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ചോദിച്ചു. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ പെരുവിരലിൽ ഉയർന്നു പൊങ്ങി അവന്റെ കവളിൽ രണ്ട് കൈ ചേർത്തു വെച്ച്. ലച്ചുവിന്റെ ശ്വാസം മുഖത്ത് തട്ടുന്നതിനനുസരിച്ച് അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൾ ഒന്നുകൂടി ഉയർന്നു അവന്റെ കണ്ണുകളിൽ ചുണ്ടുകൾ ചേർത്തു. എനിക്ക് ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. അവൻ അറിയാതെ തന്നെ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്നും സാരി വകഞ്ഞു മാറ്റിയിരുന്നു. ലച്ചു ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്നും വിട്ടുമാറാൻ ശ്രമിച്ചു. പക്ഷേ ഡെന്നി അവളെ വിടാൻ ഒരുക്കമായിരുന്നില്ല. അവളുടെ പിടക്കുന്ന മിഴികളും തൻ്റെ കൈയുടെ അടിയിലുള്ള അവളുടെ വിറക്കുന്ന ദേഹവും അവന്റെ നിയന്ത്രണം തെറ്റിച്ചു. അവൻ ആവേശത്തോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാതെ അവന്റെ ദന്തങ്ങൾ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഞരമ്പിനെ നോവിച്ചുകൊണ്ട് ആഴ്ന്നിറങ്ങി. ലച്ചു ഒന്ന് ഏങ്ങിക്കൊണ്ട് തറയിൽ നിന്നും ഉയർന്നു. ആ നിമിഷം തന്നെ അവന്റെ കൈകൾ അവളെ വലയം ചെയ്തിരുന്നു. ലച്ചു പപ്പച്ചു ഉമ്മോത്തേ, മിഴി സന്തോഷത്തോടെ കൈകൾ കൊട്ടി ചാടി. മിഴിയുടെ ശബ്ദമാണ് അവരുണർത്തിയത്. അവർ ഞെട്ടിമാറി. ഇത്തവണ ഡെന്നിക്കും അവളുടെ മുഖത്ത് നോക്കാൻ ചമ്മലുണ്ടായിരുന്നു. വാ സമയം പോയി ഇറങ്ങാം. അവൻ മോളെടുത്ത് നടന്നു. അവൻ പോയ വഴിയെ നോക്കി അവൾ പതിയെ തൻ്റെ കഴുത്തിൽ വിരലോടിച്ചു. നീറ്റൽ തോന്നിയപ്പോൾ അവൾ പെട്ടെന്ന് കൈവലിച്ചു. അവളുടെ ചുണ്ടിൽ ആ സമയത്ത് നാണത്തിൽ പൊതിഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. അവനായി മാത്രം എപ്പോഴും ഉണ്ടാവാറുള്ള ആ പുഞ്ചിരി. താജ് ഹോട്ടലിന് മുമ്പിൽ ഡെന്നിയുടെ കാർ നിന്നു. ദക്ഷയുടെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന അവിടെയായിരുന്നു. മിഴിയെടുത്ത് അവൻ ആദ്യം ഇറങ്ങി. പുറകെ തന്നെ ലച്ചു. രാത്രിയുടെ സൗന്ദര്യത്തിലും ദീപപ്രഭയുടെ അലങ്കാരത്തിലും തയ്യാറെടുപ്പോടെ നിൽക്കുന്ന മുംബൈ നഗരത്തെ അവർ നോക്കിക്കണ്ടു. മിഴിയുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ളതിനേക്കാൾ തിളക്കമായിരുന്നു. ലച്ചുവിനെയും മോളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഡെന്നി പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് നടന്നു.
ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരുന്നു പാർട്ടി ഹാൾ ഫുൾ അലങ്കരിച്ചിരുന്നത്. ദക്ഷ ഒരു സ്കൈ ബ്ലൂ ഫ്രോക്കിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഡെന്നിയെ കണ്ടതും അവൾ ഇതെല്ലാം കൂടി പൊക്കി പിടിച്ച് അവൻ്റെ അരികിലേക്ക് ഓടി വന്നു. ഡെന്നിച്ച, അവൾ ഓടി വന്ന് അവനെ പുണർന്നു. കയ്യിൽ മിഴിയുള്ളത് കൊണ്ട് കൊച്ചു വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് ഓടാൻ പറ്റിയില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി അവൾ അവൻ്റെ മേലെ കയറി. എല്ലാം ഭാരം കൂടിയായപ്പോൾ അവൾ അവൻ്റെ മേലെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാഞ്ഞത് കാർന്നോമാര് ചെയ്ത പുണ്യം. മിഴിയാണെങ്കിൽ ദക്ഷ വന്ന് കയറിയപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ഇടയിൽപ്പെട്ട തക്കാളി പോലെ ചമ്മന്തിയായിപ്പോയി. ഓ, ഒന്ന് മാരി ആൻറ്റി, ഞാനും പപ്പി ഇപ്പൊ വീയും. ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോൾ ഉള്ള ശക്തിയുടെ ദക്ഷ ഉന്തി നീക്കിക്കൊണ്ട് മിഴി പറഞ്ഞു. ഓ സോറി വാവേ, ഞാൻ പെട്ടെന്ന് ഡെന്നിസിനെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നാ. അവൾ അവൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ പപ്പേനെ കാണുമ്പോൾ ഓടി വരും, അപ്പ പപ്പേനെ എതുക്കും. ഞാൻ കുഞ്ഞിക്കുറ്റിയല്ലേ, പക്ഷെ ആൻറ്റി വലുതല്ലേ, ഇങ്ങനെ ഓടി വന്നാൽ പപ്പച്ച് എടുക്കാൻ പറ്റില്ല, മിഴി ഗൗരവത്തിൽ പറഞ്ഞു. ഓ നോട്ടി ഗേൾ, ദക്ഷ മിഴിയുടെ കവിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആൻറ്റിയാണ് നോട്ടി, ഞാൻ ഗുഡ് ഗേളാ, മിഴി തിരിച്ച് ഊക്കോടെ അവിടെ കവിളിയെ തൊലിപ്പിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. ലച്ചു ഇതൊക്കെ കണ്ട് ചിരി കടിച്ചു പിടിച്ച് നിന്നു. ലച്ചുവിൻ്റെ അടക്കി പിടിച്ച ചിരി കണ്ട് ഡെന്നി അവളെ കൂർപ്പിച്ച് നോക്കി. പക്ഷെ അവളത് കണ്ടിട്ട് നിർത്താൻ നിന്ന് ചിരിയാണ്. പോരാത്തതിന് അവനെ നോക്കി കൊഞ്ഞനെ കാണിച്ചു. ഡെന്നിക്ക് അവളുടെ കട്ടായം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ അവൾക്ക് ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ എടുത്തു. അത് കണ്ടത് സ്വിച്ചിട്ട പോലെ ലച്ചുവിൻ്റെ ചിരി നിന്നു.